നമസ്കാരം. 2024 ഒരു പൊതുചടങ്ങിൽ പ്രസംഗിക്കവേ തമിഴ്നാട്ടിലെ മുൻ ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അണ്ണാമലൈ ഒരു കാര്യം വളരെ വ്യക്തമായ ഒരു പ്രവചനമെന്ന പോലെ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം, ഇനി 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുവാൻ പോകുന്ന രാഷ്ട്രീയ കക്ഷി ഏതു തന്നെ ആയാലും അവർ പൂർണ്ണ ഭൂരിപക്ഷത്തോടു കൂടി ആയിരിക്കില്ല അധികാരത്തിൽ വരുന്നത്. അത് വളരെ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഒരു പ്രവചനം എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതിനൊരു മാറ്റവുമില്ല, ഒരു സംശയപ്രകടനം പോലും ഇല്ലായിരുന്നു. അത്തരത്തിലാണ് അദ്ദേഹം ഒരു പ്രവചനം നടത്തിയത്, അല്ലെങ്കിൽ ആ വാദം ഉന്നയിച്ചത്. അദ്ദേഹത്തിൻ്റെ വാദം ഏതാണ്ട് പൂർണ്ണമായും ശരിയാകുന്ന തരത്തിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ നീളുന്നത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തമിഴക വെട്രിക്കഴകം ഉയർന്നു വന്നിരിക്കുകയാണ്. വിജയുടെ നേതൃത്വത്തിലുള്ള 107 സീറ്റുകളാണ്. സാങ്കേതികമായി 108 സീറ്റുകൾ അവർക്കുണ്ട്. കാരണം വിജയ് 2 നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ചിരുന്നു. പക്ഷേ സീറ്റുകളുടെ എണ്ണം കണക്കാക്കുമ്പോൾ 107 കണക്കാക്കപ്പെടുകയുള്ളൂ. കാരണം ഒരെണ്ണത്തിൽ നിന്ന് വിജയ്ക്ക് രാജിവെക്കേണ്ട ആവശ്യകതയുണ്ട്. ഉടനെ തന്നെ രാജിവെക്കുകയും വേണം. താമസിയാതെ അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. അത് തമിഴക വെട്രിക്കഴകം തന്നെ ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയേ ഉള്ളൂ. ജയിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 107 സീറ്റുകളാണ് കണക്കുകൾ നോക്കുമ്പോൾ തമിഴക വെട്രിക്കഴകത്തിൻ്റെ കയ്യിലുള്ളത്. ഭൂരിപക്ഷം തികയ്ക്കുവാനായിട്ട് അവർക്ക് 118 സീറ്റുകൾ ഏറ്റവും ചുരുങ്ങിയത് വേണം. സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സീറ്റിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. അതിനുവേണ്ടി സഖ്യകക്ഷികളെ ഒപ്പം കൂട്ടുവാനായി തമിഴക വെട്രിക്കഴകത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കൾ വിജയ് ഉൾപ്പെടെ പല രാഷ്ട്രീയ കക്ഷികളെയും സമീപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥയിലേക്കാണ് തമിഴകത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭൂമിക നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അതിലേക്കൊക്കെ വരാം. പക്ഷേ തിരിച്ച് അണ്ണാമലയിലേക്കൊന്ന് പോയാൽ അണ്ണാമലയുടെ പ്രവചനം കൃത്യമായി തമിഴ്നാട്ടിൽ ഫലിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണത് ഇവിടെ പ്രസക്തമാകുന്നു? ഒറ്റ കാര്യമേ ഉള്ളൂ. ഇനി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ഭൂമിക ഏത് ദിശയിലേക്ക് തിരിഞ്ഞാലും, തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ഭൂമിക ഏത് തരത്തിൽ മാറിമറിഞ്ഞാലും, അത് തത്വമൈ ന്യൂസ് പല തവണ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലങ്ങൾ പുറത്തു വന്ന് തുടങ്ങിയപ്പോൾ മുതൽ, അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ പ്രേക്ഷകരോട് പങ്കുവച്ചിരുന്നൊരു ആശയമുണ്ട്, ഒരു സാധ്യതയുണ്ട്, വിശകലനപരമായി തന്നെ മുന്നോട്ട് വെച്ചൊരാശയമുണ്ട്. അത് ബി.ജെ.പിക്ക് സഹായകരമായിട്ടുള്ള, ബി.ജെ.പിക്ക് ഗുണകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് തമിഴ്നാട്ടിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. ഗുണകരമെന്ന് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയുന്നു. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വിജയിയോ അല്ലെങ്കിൽ സ്റ്റാലിനെയോ എടപ്പാടി പളനിസ്വാമിയോ മാറ്റി നിർത്തി ബി.ജെ.പിയിൽ അണ്ണാമലയോ മറ്റാരെങ്കിലും മുഖ്യമന്ത്രിയായി, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നല്ല പറയുന്നത്. ബി.ജെ.പിയുടെ പദ്ധതികളും ആസൂത്രണങ്ങളും എല്ലാം ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതാണ്. ഹ്രസ്വകാലത്തേക്കുള്ള ഒരു ഗുണത്തിന് വേണ്ടിയിട്ട് ദീർഘകാലത്തേക്കുള്ള ഒരു ദോഷം അവർ വരുത്തി വയ്ക്കില്ല. ഉറപ്പാണത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ആ ഭൂമിക ഒരുങ്ങുന്നത് ബി.ജെ.പിക്ക് വേണ്ടിയിട്ടാണ്. ഒരു സംശയവും വേണ്ട. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എങ്ങോട്ടേക്ക് പോകും അത് സംബന്ധിച്ച് അണ്ണാമലയ്ക്ക് വ്യക്തമായ ധാരണയുണ്ട്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരല്പം വ്യത്യസ്തത പുലർത്തുന്ന ഒരു രാഷ്ട്രീയ ഭൂമികയാണ്, രാഷ്ട്രീയ സാഹചര്യമാണ് തമിഴ്നാട്ടിലുള്ളത്. കാരണം ഈ ദ്രാവിഡ രാഷ്ട്രീയം എന്നുള്ള ഒരു ആശയം കഴിഞ്ഞ 68 വർഷങ്ങളായി തമിഴൻ്റെ മനസ്സിൽ വേരോടിപ്പോയൊരാശയമാണ്. ഈ ദ്രാവിഡ ആശയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസത്തിൻ്റെ ഒരു രൂപാന്തരമാണെങ്കിൽ പോലും കമ്മ്യൂണിസത്തിൽ നിന്നും വളരെയധികം വൃത്തികെട്ട ഒരാശയമാണ്, സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വേരോട്ടം, കമ്മ്യൂണിസത്തിൻ്റെ വേരോട്ടം പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു. കമ്മ്യൂണിസത്തിൻ്റെ വേരോട്ടം ഒരിക്കൽ അത് പിടിച്ചു കഴിഞ്ഞാൽ അതിനെ പറിച്ച് കളയാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരിക്കൽ അതിനെ പറിച്ച് കളയുന്നതിൽ ആരെങ്കിലും വിജയിച്ചാൽ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ആശയം വിജയിച്ചാൽ, പിന്നെ ആ ആശയം ഒരിക്കലും തിരികെ വരില്ല. കാരണം അതിൻ്റെ ഭവിഷ്യത്തുകൾ ഈ മനസ്സിൽ കമ്മ്യൂണിസം വേരോടിയ ആളുകൾ അനുഭവിച്ച് മതിയായൊരവസ്ഥയിൽ ഇനി മറ്റൊരു വഴി നമ്മുടെ മുൻപിലില്ല എന്ന് കരുതി ഹതാശരായിരിക്കുന്ന അവസ്ഥയിലായിരിക്കും മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ ആശയം കമ്മ്യൂണിസത്തെ വേരോടെ പറിച്ച് കളയുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീടൊരിക്കലും കമ്മ്യൂണിസം ഈ ആളുകളുടെ മനസ്സിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസം വേരോടിയ ഭൂമികയിൽ തിരികെ വന്ന ചരിത്രമില്ല. അതുപോലെ തന്നെയാണ് ദ്രാവിഡ രാഷ്ട്രീയം. ഒരല്പം കൂടി കാഠിന്യത്തോടു കൂടി തന്നെ ആളുകളുടെ മനസ്സിൽ വേരോടുന്ന ഒരു ആശയമാണ്, രാഷ്ട്രീയ ആശയമാണ്. രാഷ്ട്രീയ ആശയം മാത്രമല്ല, അടിസ്ഥാനപരമായിട്ട് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കമ്മ്യൂണിസത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതും തമിഴൻ എന്ന സത്വബോധമുണ്ടല്ലോ, അതിൻ്റെ മേൽ ഒരു കപട ആശയം പുതപ്പിച്ച്, അല്ലെങ്കിൽ ഒരു കപടവാദം പുതപ്പിച്ച് ദ്രാവിഡരാണ് നമ്മൾ, തമിഴരെന്നൊരിക്കലും ദ്രാവിഡ മുന്നേറ്റ കഴകം DMK ഒരിക്കലും പറയാറില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ദ്രവീഡിയൻ സ്റ്റോക്ക്, ഞാൻ തമിഴൻ എന്ന യോഗങ്ങളിൽ പറയും. പക്ഷേ പൊതുവായ അവകാശവാദം അവർ നടത്തുമ്പോൾ ഞങ്ങൾ ദ്രാവിഡരാണ് എന്നേ പറയുകയുള്ളൂ. അതിൻ്റെ കാരണം
ഈ തമിഴൻ എന്ന സത്വവും ദ്രാവിഡം എന്ന സത്വവും വ്യത്യസ്തമാണ് എന്ന് അവർക്ക് നന്നായിട്ടറിയാം, ആർക്കറിയില്ലെങ്കിൽ. കാരണം ഈ ദ്രാവിഡം എന്ന സത്വം ഒരു കപട ആശയമാണ്. അടിസ്ഥാനപരമായിട്ട് ദ്രാവിഡം എന്ന വാക്ക് തന്നെ സംസ്കൃതത്തിൽ നിന്ന്, അവരേറ്റവും കൂടുതൽ എതിർക്കുന്നു എന്ന് പറയുന്ന ഭാഷയായ സംസ്കൃതത്തിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്. ദ്രവത്താൽ ചുറ്റപ്പെട്ട, 3 വശങ്ങളിലും ദ്രവത്താൽ ചുറ്റപ്പെട്ട നാടുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വാക്ക് ഉണ്ടായിട്ട് ഏതാണ്ടൊരു 5-ാം നൂറ്റാണ്ടിലോ മറ്റോ ആണ് ആ വാക്ക് ആദ്യമായി ഒരു ലിഖിതമായി ഉപയോഗിച്ച് കണ്ടത്. അതിനൊരു 100 വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ ഉത്ഭവം. ആരെങ്കിലും അത് ക്രോഡീകരിച്ചത്. ശങ്കരാചാര്യർ അതിന് പറഞ്ഞതായിട്ട് ഒരു സൂചനയുണ്ട്. ഞാൻ ദ്രാവിഡ നാട് പുള്ളൈ എന്ന് തമിഴ്നാട്ടിൽ പറഞ്ഞതായിട്ട് ഒരു സൂചനയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് ഏറെ പഴക്കമുണ്ട് ആ വാക്കിന്. പക്ഷേ ഇതൊരു ആശയം എന്നുള്ള നിലയിൽ ഇതൊരു സത്വമല്ല, ഒരു പ്രദേശത്തെ, ഇപ്പോൾ സിന്ധു നദി തടം എന്ന് പറയുന്നത് പോലെ ഒരു പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നതാണ്. സിന്ധു നദീതട സംസ്കാരമുണ്ടായിരുന്നു, പക്ഷേ ദ്രാവിഡ സംസ്കാരം എന്നുള്ളത് ഭാരതത്തിലില്ല. തമിഴൻ്റെ സംസ്കാരമുണ്ട്, തമിഴ് സംസ്കാരമുണ്ട്. അത് വളരെ പ്രാചീനമായിട്ടുള്ളൊരു സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഈ ദ്രാവിഡം എന്ന ആശയം തമിഴൻ്റെ മനസ്സിൽ ആഴത്തിൽ വേരോടിയ ഒന്നാണ്. അതിനെ പറിച്ചു കളയുക അത്ര എളുപ്പമല്ല. അതിലുമുപരി രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ, തമിഴകത്ത് BJPക്ക് ഏറ്റവും ആവശ്യമായൊരു കാര്യം മൂന്നാമതൊരു മുന്നണിക്ക് വേണ്ടി തമിഴൻ തയ്യാറെടുക്കുക എന്നുള്ളതായിരുന്നു. അതിനുള്ള സകല വഴികളും അണ്ണാമലൈ ഒരുക്കി വരികയായിരുന്നു. അതായത് അണ്ണാമലൈ വിത്തെറിയുവാനായി കിളച്ചു മറിച്ചിട്ടൊരു ഭൂമി, ആ വിത്തെറിയുവാനുള്ള സമയമായപ്പോൾ ദൗർഭാഗ്യവശാൽ അണ്ണാമലൈക്ക് മാറി നിൽക്കേണ്ടി വന്നു. അതിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ വ്യത്യസ്തമാണ്. ഒരു കാര്യവും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അണ്ണാമലയോട് നീരസത്തോടു കൂടി മാറി നിൽക്കുവാനല്ല BJP കേന്ദ്ര നേതൃത്വം പറഞ്ഞത്. അണ്ണാമലയ്ക്കും ആ കേന്ദ്ര നേതൃത്വത്തോട് യാതൊരു നീരസവുമില്ല. ഇനി ആ ഭൂമിയിലാണ് വിത്തെറിഞ്ഞ് വിജയ് ഇത്രയും നേട്ടം കൊയ്ത് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകുവാൻ ഒരുങ്ങി നിൽക്കുന്നത്. ഇന്ന് വിജയുടെ സത്യപ്രതിജ്ഞ എന്തായാലും ഉണ്ടാകില്ല. കാരണം ഇന്നലെ 118 MLA-മാരുടെ പിന്തുണയുണ്ട് എന്ന് ആദ്യ ധാരണയിൽ വിജയും മറ്റ് സഖ്യകക്ഷികളും, അതായത് കോൺഗ്രസ്, CPI-M, CPI, വിടുതല ഇസിരത്തെ കക്ഷികൾ VKC, അവർക്കൊപ്പം IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും 2 MLA-മാരുണ്ട്. അവരും പിന്തുണയ്ക്കും എന്ന് ഒരു ധാരണ, ഏകദേശ ധാരണ ഒരു ഉച്ചയോടുകൂടി ഉരുത്തിരിഞ്ഞു വന്നിരുന്നു. പക്ഷേ വൈകുന്നേരമായപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഞങ്ങൾ കത്തൊന്നും അയക്കില്ല എന്നുള്ളൊരു തരത്തിലേക്ക് ചുവട് മാറി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണക്കുകൾ പരിശോധിച്ചാൽ വിജയ്ക്ക് 116 MLA-മാരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ. 2 MLA-മാരുടെ പിന്തുണ കൂടി അദ്ദേഹത്തിന് ആവശ്യമാണ്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുവാൻ അദ്ദേഹത്തെ ഗവർണർ ശ്രീ അർലേക്കർ ക്ഷണിക്കുവാനായി. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. ഇനി അണ്ണാമലയിലേക്ക് തന്നെ തിരിച്ചു വരാം. അണ്ണാമലയാണ് പ്രധാന വിഷയമെന്ന്. അണ്ണാമലൈ ഇനി തമിഴകത്തിൻ്റെ BJPയുടെ നേതൃത്വം ഏറ്റെടുക്കുമോ? എല്ലാ സാഹചര്യങ്ങളും വിരൽ ചൂണ്ടുന്നത് അത്തരത്തിലൊരു നീക്കത്തിലേക്കാണ്. ഇനി മറിച്ചെന്തെങ്കിലും സംഭവിച്ചാൽ BJP കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായ പദ്ധതികൾ കാണും. കാരണം പല പദ്ധതികൾ അല്ലെങ്കിൽ പല തന്ത്രങ്ങൾ ഒരു ഭൂമികയിൽ പരീക്ഷിച്ച് അത് പരാജയപ്പെട്ടാൽ അതിൽ നിരാശരാവാതെ അടുത്ത തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളത് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു പ്രകൃതിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് മുമ്പിൽ ഏറ്റവും ആശാസ്യമായിട്ട് എനിക്ക് തോന്നുന്ന, പല രാഷ്ട്രീയ വിദഗ്ധർക്കും തോന്നുന്ന, ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വവും മനസ്സിലാക്കിയ ഒരു കാര്യം, ഇനി അടുത്ത നീക്കം അണ്ണാമലയെ തിരികെ BJPയുടെ തലപ്പത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഇനി മുന്നോട്ടുള്ള പോരാട്ടങ്ങളിൽ സഖ്യകക്ഷികളില്ല. BJP ഒറ്റയ്ക്കുള്ള പോരാട്ടമായിരിക്കും തമിഴ്നാട്ടിൽ നടത്തുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉടനടി എന്തെങ്കിലും മികച്ച ഫലം നേടുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലാതെയായിരിക്കണം BJP തമിഴിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ തിരികെ ഇറങ്ങുകയാണ്. ഒരു പുനരാരംഭമാണിത്. അതുകൊണ്ട് തന്നെ ആ നേട്ടങ്ങൾ കൊയ്യുവാനായി കുറച്ചു കാലം കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഭൂമിക വളരെ കൃത്യമായി തന്നെ ഒരുങ്ങിയിരിക്കുന്നു. അണ്ണാമലൈ ഒരുക്കിയ ഭൂമികയിൽ വിജയ് കൃഷിയിറക്കി 107 സീറ്റുകളുടെ നേട്ടം കൊയ്തു, 108 സീറ്റുകളുടെ നേട്ടം കൊയ്തു. പക്ഷേ വിജയ് എത്ര കാലം ഭരിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. രാഷ്ട്രീയ സമവാക്യങ്ങൾ കൃത്യമായി മാറ്റിമറിക്കുവാൻ BJP ഒന്നും ചെയ്യാതെ തന്നെ BJPക്ക് ഗുണകരമായ രീതിയിൽ ഈ സമവാക്യങ്ങൾ മാറ്റിമറിക്കുവാൻ BJPക്ക് സാധിച്ചു. എന്താണ് അതിൻ്റെ ഒരു ആദ്യത്തെ പ്രതിഫലനം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ദൃശ്യമായ തെളിവ് എന്ന് ചോദിച്ചാൽ DMKയും കോൺഗ്രസുമായി തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു എന്നുള്ളതാണ്. DMK ചതിച്ച് തമിഴക വെട്രിക്കഴകത്തോടൊപ്പം കോൺഗ്രസ് പോകുവാൻ തീരുമാനിച്ചപ്പോൾ ഉടനടി തന്നെ DMK പ്രതികരിച്ചത് ലോക്സഭയിൽ സ്പീക്കർക്ക് കത്ത് നൽകിക്കൊണ്ടാണ്. കോൺഗ്രസിനൊപ്പം ഞങ്ങളുടെ MP-മാർ ഇനി ഇരിക്കുന്നില്ല, ഞങ്ങളെ മാറ്റിയിരുത്തുവാനുള്ള വ്യവസ്ഥ ചെയ്യുവാൻ ദയവുണ്ടാകണം. അതായത് മറ്റൊരു വശത്തേക്ക് അത് ഞങ്ങൾ 1 അല്ല 2 എന്ന്
പ്രകടമായി തന്നെ കാണിച്ചുകൊണ്ട് DMK ലോക്സഭയിൽ മാറിയിരിക്കുവാൻ പോവുകയാണ്. അത് BJPക്ക് അനുകൂലമായൊരു ഘടകമാണ്. ഇന്ത്യ മുന്നണിയുടെ നടന്നുകൊണ്ടിരിക്കുന്ന തകർച്ചയുടെ മറ്റൊരു ഘടകം കൂടിയാണ്, അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തെ തകർച്ചയാണ്. ഒരു ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നൊരു കെട്ടിടം ഇങ്ങനെ ക്രമമായി തന്നെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിൽ പെട്ടെന്ന് മറ്റൊരു ഭാഗം കൂടി ഇടിഞ്ഞു വീഴുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. അത് DMKയുടെ ഭാഗത്ത് നിന്ന്. തമിഴ്നാട്ടിൽ തന്നെ വിജയെ പിന്തുണയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാകട്ടെ, ഈ വിടുതലൈ ചിരുത്തൈ കക്ഷികളാകട്ടെ, ഇവരെ ആരെയും പൂർണ്ണമായും വിശ്വസിക്കാവുന്ന ആളുകളല്ല. കാരണം കഴിഞ്ഞ വർഷം വരെ, അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് വരെ ഇവർ DMK സഖ്യത്തിനൊപ്പമായിരുന്നു. DMK സഖ്യമാണ് ഇവർ സാധാരണ ഉണ്ടാക്കാവുന്ന തൊഴിൽ പ്രശ്നങ്ങളിലും മറ്റ് കുഴപ്പങ്ങളിലും ഒക്കെ നിന്ന് മാറ്റി നിർത്തിയിരുന്നത്. പക്ഷേ വിജയെപ്പോലെ അത്ര പ്രവർത്തന പരിചയമില്ലാത്തൊരു രാഷ്ട്രീയക്കാരന്, തിരുമാവളവനെ പോലെ ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുവാൻ യാതൊരു മടിയുമില്ലാത്തൊരു രാഷ്ട്രീയക്കാരനെ എങ്ങനെ നിയന്ത്രിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. VCK വിടുതലൈ ചിരുത്തൈ കക്ഷികൾ ഇപ്പോൾ വിജയുടെ സഖ്യകക്ഷിയാണ്. തിരുമാവളവൻ എന്നുള്ളത് വളരെ അപകടകാരിയായ, ഏറ്റവും തരംതാണ രീതിയിലെ രാഷ്ട്രീയം കളിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കാര്യവും വ്യത്യസ്തമല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കാര്യത്തിൽ വിജയ്ക്ക് ആകെയുള്ളൊരു സമാധാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പതിവ് പോലെ ഇപ്പോൾ അവരുടെ ഒരു ആശയപരിണാമം അവരെ എത്തിച്ചിരിക്കുന്ന അധലപാതാളത്തിൽ അവർ എന്തെങ്കിലും എല്ലും കഷ്ണം എറിഞ്ഞു കൊടുത്താൽ അവർ സമാധാനപ്പെട്ടോളും. പക്ഷേ തിരുമാവളവനെ പോലുള്ളൊരു രാഷ്ട്രീയക്കാരൻ അങ്ങനെയല്ല. അത് വിജയ്ക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. ആ പ്രശ്നങ്ങളും BJPക്ക് ഗുണകരമായിട്ടേ വരികയുള്ളൂ. എന്തായാലും തമിഴകത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിക BJPക്ക് അനുകൂലമായ രീതിയിൽ മറിയുകയാണ്. നഞ്ചയും പുഞ്ചയും എല്ലാം തിങ്ങി നിറയുന്ന തമിഴകത്ത് BJPയുടെ പതാക അധികം വൈകാതെ പാറുന്നത് കാണുവാൻ നമുക്കൊക്കെ ഭാഗ്യമുണ്ടാകുമെന്ന് കരുതാം. ഒരല്പം വൈകിയാൽ പോലും ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പദ്ധതിയുമായി BJP തമിഴകത്ത് പുനരാരംഭം ചെയ്യുമ്പോൾ വളരെ കൗതുകകരമായ തരത്തിലേക്കാണ് തമിഴൻ്റെ രാഷ്ട്രീയം നീങ്ങുന്നത്. എന്തായാലും വിജയ് തന്നെയായിരിക്കും തമിഴകത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി കുറച്ചു കാലത്തേക്കെങ്കിലും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായ കാര്യമാണ്. ഇന്നോ നാളെയോ പൂർണ്ണമായ ഒരു ഭൂരിപക്ഷം അദ്ദേഹത്തിന് സാധ്യമാകും, തമിഴക വെട്രിക്കഴകത്തിന് സാധ്യമാകും. അതിനുശേഷം ഗവർണർ ആർലേക്കർ സ്വാഭാവികമായി തന്നെ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, 118 പേരുണ്ട് എന്ന് വിജയ് പറഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയാൽ അപ്പോൾ വിജയെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുവാൻ അദ്ദേഹം ക്ഷണിക്കും. അത് വൈകാതെ ഉണ്ടാകും. ഇന്ന് എന്തായാലും വിജയുടെ മുഖ്യമന്ത്രിയായുള്ള സത്യപ്രതിജ്ഞ നടക്കില്ല. അണ്ണാമലയുടെ പുനരാരംഭം, BJPയുടെ പുനരാരംഭം നമുക്ക് കാത്തിരിക്കാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.